ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്യാപ്കട്ടിൽ നിങ്ങൾ എഡിറ്റിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു 5 ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഏതായാലും 5 ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്പീഡ് റാമ്പിൻ്റെ വീഡിയോ ജസ്റ്റ് ക്യാപ്കട്ടിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വീഡിയോ ക്വാളിറ്റി എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ഒപ്റ്റിക്കൽ ഫ്ലോ നിങ്ങൾ ജസ്റ്റ് 16 മാറ്റിയിടുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അത് പ്രോസസ്സ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അവിടെ കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ വീഡിയോസിന് കുറച്ചും കൂടെ സ്മൂത്ത്നെസ്, അതായത് ഒരു ഫ്ലോ കൊടുത്ത പോലെ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും. അടുത്തതെന്ന് പറയുന്നത് കളർ മാച്ച് ആണ്. അപ്പോൾ അത് കളർ ഗ്രേഡ് എന്നറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് വേണ്ട കളർ ഗ്രേഡ് നമുക്കൊരു ഇമേജിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ജസ്റ്റ് ഇമേജിൽ നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മളൊരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏത് ലുക്കിലാണോ കിടക്കുന്നത് അതേപോലുള്ള ഒരു ലുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അതായത് ഇപ്പോൾ നമ്മളൊരു വാം ലുക്ക് ഇതേപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ആ ഒരു എക്സാക്റ്റ് സെയിം കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോസിനും അങ്ങനത്തെ ആ ഒരു കളർ ലുക്ക് നമുക്ക് തരുന്നുണ്ടാവും. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അവിടെ അല്ല പോകേണ്ടത്. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ഫീച്ചറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ കട്ടൗട്ട് ആനിമേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ സൈറ്റിലോ അല്ലെങ്കിൽ ഫോട്ടോ റൂമൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ക്യാപ്കട്ടിങ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI എക്സ്പാൻഡും കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് ഈ AI എക്സ്പാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇമേജിൻ്റെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്പേസ് കാണുന്നില്ലേ നിങ്ങൾക്ക്, അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഇമേജിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള രൂപം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡോബ് ഫയർഫ്ലൈ പോലുള്ള സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഇമേജിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കേണ്ടി വന്നിരുന്നു. ഇനി തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇമേജിനെ. പിന്നെ നമുക്ക് ക്യാപ്കട്ടിനകത്ത് അടുത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ എന്തെങ്കിലും ഓവർലൊക്കെ ആയിട്ട് ആ ഒരു ബേസിക് വീഡിയോൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ടെക്സ്റ്റ് ഫയൽ അതിൻ്റെ കൂടെ ലിങ്ക് ആയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലിങ്കിങ് ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്വാപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, അത് ആ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടെക്സ്റ്റ് ഫയലും കൂടെ ആ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ സ്വാപ്പ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഒരു വീഡിയോനെ മാത്രമേ സ്വാപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഫയൽ അതിൻ്റെ കൂടെയുള്ള ഫയലും കൂടെ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ക്യാപ്കട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.